ഓക്കെ, അപ്പൊ പുറത്ത് RU യൂണിറ്റ് ഉണ്ട്. താഴെ നോക്കിയാൽ സോംബീസും ഉണ്ട്. ഇപ്പൊ വീണ് കഴിഞ്ഞാൽ വീണ മാതിരി ഇരിക്കും നമ്മൾ. എന്തായാലും ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ പണി കിട്ടും. ബേസിക്കലി കൈ കൊണ്ട് ഈ സാധനം പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അങ്ങനെ കയറുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. I think I'm safe. പുറത്ത് നോക്കിയ RU യൂണിറ്റിനെ എന്തത് മിന്നി സോംബി. മിന്നുന്നൊരു സോംബി. ഓക്കെ, അപ്പൊ രാവിലെ ആവുന്നുണ്ട്. പ്രേതം. അവിടെ വമ്പൻ സോംബി ഫൈറ്റ് ആട്ടോ. ഞാൻ എടുത്ത് ഈ ഇലക്ട്രിക് ബേൺ ബാറ്റ് ഒന്ന് എനിക്ക് ട്രൈ ചെയ്യാൻ വേണം. ആ സ്കെൽറ്റൻസിന് അടിച്ച സമയത്ത് എന്തോ പറ്റി. അയ്യോ, ഇത് ജസ്റ്റ് സോഡാണെന്ന് തോന്നുന്നു. അതേടാ, അത് വെറും സോഡ് മാത്രമാണ്, ഒന്നും ഇല്ല ഇതിനകത്ത് പ്രത്യേകിച്ച്. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതാ. ഓക്കെ, ആ സ്പെയർ ബോട്ടിലെടുത്തിട്ട് ഈ കടൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അയ്യോ, അടുത്തെറിഞ്ഞ് ഞാൻ ഇത് മിക്കവാറും സീ വാട്ടർ എന്നൊക്കെ എഴുതി കാണിക്കും. കണ്ടാ, ഡേർട്ടി. അപ്പൊ ചുമ്മാ കുറെ വെള്ളം എടുത്തിട്ട് കാര്യമില്ല. വെള്ളം ഫ്രഷ് ആയിരിക്കണം, അങ്ങനെ കുറെ നിർബന്ധങ്ങളുണ്ട്. ബേസിക്കലി ആൾക്കാരെ കാണാനില്ല. എന്തായാലും അവന്മാർ അവിടെ ഉണ്ട്, എന്നെ ടാർഗറ്റും ചെയ്തിട്ടുണ്ട്. ഇവരെ എന്നെ തന്നെ അടിക്കത്തുള്ളൂ. യൂട്യൂബിൽ ആരും ഈ RU യൂണിറ്റിനെ കുറിച്ചൊരു വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. അതെ, അല്ലടാ, എന്നല്ല അവർ ഫൈറ്റ് ചെയ്യുന്നേ. ആരെയാ അപ്പൊ ഫൈറ്റ് ചെയ്യുന്നേ? ഞാനിപ്പോ മിലിറ്ററി ഡ്രസ് അല്ലേ, കണ്ട മിലിറ്ററി വെസ്റ്റ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്നെ അടിക്കുമോ അവര്? നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കൊരു സഹായം കിട്ടിയാലും. മോനെ, സ്റ്റെപ്പൊക്കെ കേറുന്ന സൗണ്ട് എഫക്റ്റ് കേട്ടാ. എടാ, അതും RU യൂണിറ്റ് തന്നെയാടാ. അവന്മാരെന്തിനാടാ എന്നെ കാണുമ്പോ തന്നെ അടിക്കുന്നേ? അതെ, എടാ, ഞാനും അവന്മാരെ പോലെ വെസ്റ്റൊക്കെ തന്നെയല്ലേടാ ഇട്ടിട്ടുള്ളത്. ചാടണമെന്ന് വിചാരിച്ചല്ല. എവിടെയാ? കൊന്നു. എൻ്റെ ചുമ്മാ ഗണ്ണ് മാത്രമേ ഉള്ളൂ ചെറുക്കൻ്റെ ഒക്കെ. ഇതിന് മുകളിൽ വരുത്തുണ്ട്, മുകളിലോട്ട് നമ്മൾ പോണം. എടാ, ഇത് ശരി, നമ്മൾ കറങ്ങി തിരിഞ്ഞ് സ്പോണിക്ക് തന്നെ എത്തിയ, അല്ലാതെ വേറെ എവിടെ അല്ല എത്തിയ. ശരി, RU യൂണിറ്റ് റസ്, യു ആർ ഫിനിഷ്ഡ്. അവൻ പോയോ? അവനെയാണോ ഞാൻ ഇപ്പൊ കൊന്നേ? അവൻ പോയി. നിന്റെ ആൾക്കാരോടൊന്ന് പറഞ്ഞൂടെ എന്നെ അടിക്കരുത്? ഒന്ന് പറഞ്ഞൂടെ മച്ചാനെ? ഒന്ന് പറ പ്ലീസ്. ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചടാ അവന്മാര്. കണ്ട് ഞാൻ അവന്മാരെ. എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ വരാം, നമ്മളിവിടെ തൊട്ടടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
കണ്ട കണ്ട സോംബീസ് വരെ എത്തിക്സിലാടാ നിക്കുന്നേ. സോബി കൂൾ കൂൾ നൻപ. കണ്ട സത്യം പറയല്ലേ സോംബീസ് തന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല. അവന്മാര് പാവങ്ങളാ. ചത്ത് ഇപ്പൊ വന്നവനും നിന്നവനെ കൊന്നായപ്പോ ഒന്നുറപ്പിച്ച ഞാൻ തന്നെ വില്ല. വേഗം ഇതിന്റെ മുകളിലോട്ട് കയറാം. എന്നിട്ട് നമുക്ക് ആ ഷിപ്പിലോട്ട് പോകും. ഇവിടെ എന്തെങ്കിലും ലൂട്ട് ഉണ്ടോ നോക്കിയിട്ടില്ലല്ലോ. എടാ നിന്റെ ആൾക്കാരാടാ എന്നെ ഈ അടിച്ചോണ്ടിരിക്കുന്നത്. എന്നൊരു ഹെഡ് ഷോട്ട് അടിക്കാം. ലിയോ 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 മൊത്തം അങ്ങോട്ട് പോട്ട്. ഉമ്മാര് ഫുള്ള് ടോർച്ചും കോപ്പൊക്കെ തന്നെയുള്ളൂ ഉമ്മാരയില്. എന്തായാലും കോളിന് ഇനിയൊരു ഇത് വരൂല. ഇത് മൊത്തം കോളായിരിക്കും. വെരി ഗുഡ്, താങ്ക്സ്. ഞാൻ നേരെ ഒന്നും നോക്കുന്നില്ല. അതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ആൻഡ് ഇവിടെ നോക്കിയാ യു ആർ ഗോയിങ് ടു സീ മൈ ബീസ്റ്റ് മോഡ് ബ്രോ. യു cannot ഹാൻഡിൽ ദിസ്. കം ഓൺ ലെറ്റ്സ് സീ. കഴിഞ്ഞ ഞാനൊരു ഗംഭീര ഫൈറ്റൊക്കെ പ്രതീക്ഷിച്ചിട്ടാ ബീസ്റ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞു. ഓടാ എടാ ബേസിക്കലി ആ ഷിപ്പൊക്കെ നമ്മൾ പോയതല്ലേ. ആ ഇവിടുന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് പോയി. അവിടെ ഒന്നും ഇല്ല പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ ഇനി പുതിയ സ്ഥലം കണ്ടുപിടിക്കണം. വാട്ട് യു വാണ്ട്, വാട്ട് യു വാണ്ട്. ലിയോ 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 ലിയോ. അവിടെ നമ്മൾ പോയതാ. അപ്പോൾ ഇനി എങ്ങോട്ടാ പോവുക? നമ്മൾ ചെറിയൊരു സ്ഥലം, ഒരു ചെറിയൊരു ഐലൻഡ് പോലത്തെ ഏരിയയിൽ സറൗണ്ടഡ് ആയിട്ട് നമ്മൾ കുടുങ്ങി കിടക്കുകയാണ് ബേസിക്കലി. ഓ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു, ജനനായകൻ റിലീസ് ഡേറ്റ്. ആരൊക്കെ കാണാൻ പോകുന്നുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. നമ്മളിങ്ങനെ പോവും, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എടാ ക്രീപ്പറിനൊക്കെ എന്താ എത്ര സ്പീഡ്? വെടിവെച്ച് കേൾക്കുന്നോടത്തേക്ക് സോംബീസ് പോകുന്നുണ്ടല്ലേ. അതിന് വെടി പേടിച്ചിട്ടാണ്. അയ്യോ ചാടുന്നു. സ്കെൽറ്റൻ ചാടിയത് കണ്ട. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇമാതിരി പ്രശ്നമൊക്കെ നടന്നിട്ട് നീയൊക്കെ റൊമാൻസാ. ഡേയ് സമ്മതിച്ച് തന്നടാ നിന്നെയൊക്കെ. ബ്രോ എനിക്കൊരു കുപ്പി വെള്ളം കിട്ടുമോ? ബ്രോ ഇൻസ്റ്റാന്റില് ഒരു കുപ്പില്ല ഇതിനകത്ത്. കൊറേ എട്ടുകാലി വല്ല ആരാണോ? ഇത്രയും വലിയ നിധി ഉണ്ടായിട്ടാണോ മച്ചാനെ? രാവിലെ ആയോ? എടാ നിങ്ങൾക്കൊക്കെ എന്താ വയ്യ? എട്ടുകാലി വല കൊണ്ട് മച്ചാനെ നോക്കണ്ട, ഞാൻ എടുക്കും. അവസാനം നമ്മൾ സോംബി ആവോ? ഇങ്ങനെ കുറെ ഇൻഫെക്ഷനൊക്കെ അടിച്ചിട്ട് സോംബി ആവോ നമ്മൾ അവസാനം? ചത്തല്ലേ? ഡീഹൈഡ്രേഷൻ കൊണ്ട് ചത്തുപോയി. ഓ റീസ്പോൺ പോയിന്റ് സെറ്റ് ആവുമല്ലേ? അപ്പൊ ഞാൻ അവിടുന്ന് ചെയ്ത സമയത്ത് ആയില്ലല്ലോ. എടാ ഞാൻ സോമി. ഞാനിപ്പോ സ്വന്തം കൈയോണ്ട് ചെത്തേനെ. ബണ്ണി ടിക്കീസ് സോമി. എന്റെ മോനെ ഇതെന്ത് സാധനം? സ്ലോനെസ്സും പിന്നെ മൈനിഫിറ്റിയും. ഓ ഇതുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കിട്ടും, സ്ലോനെസ് കിട്ടും. ഓ ഇത് ഇവിടെ ടവർ ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറണം. ഇത്രയും വലിയ ഇത് ഉണ്ടാക്കിയിട്ടേക്കുന്നു. പക്ഷെ ഒരു ബട്ടൺ വെക്കാൻ അവന് പറ്റിയില്ല. പന്നി. സോബി 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 സാമ്പേ, നീ വളരുമ്പോ വഴിയിൽ വരും ഒരു സോംബി. മോനെ എന്തൊക്കെ ഐറ്റംസ് ആണത്? ദൂരത്തെ എവിടെ നമ്മൾ സ്പോട്ട്.
ഞാൻ വിചാരിച്ചു മനുഷ്യരായിരിക്കുന്നു സോംബി ഇരുന്നത്. എ സിയുടെ ഇതല്ലേ അത്. ഇത് ട്രോളി പേപ്പർ അതിനകത്ത്. PC-യാ, കമ്പ്യൂട്ടർ ഹോസ്റ്റ്. എടാ ഗെയിമിംഗ് ചെയർ. എനിക്ക് വേണ്ട കിട്ടി, എനിക്ക് വേണ്ട സ്ഥലം കിട്ടി. ഹെൽമെറ്റ് എനിക്ക് അത്ര ഇതാവുന്നില്ലല്ലേ. ഓട്ട് ബില്ല് അത് വേണ്ട. റേഡിയോ കമോൺ. അല്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടാവും മറുപടി അല്ല. എടാ പെട്ടിയൊക്കെ തുറക്കാൻ പറ്റൂടാ മോന്. ഫാൻ ഇത് ഓണാക്കാൻ പറ്റൂ? അതില്ല. ബെഡ് മാൻ ഫാൻ. I was really surprised with this kind of furniture. സാധനങ്ങളൊക്കെ ഉണ്ട്. അമത്തസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ്. കത്തി കൊണ്ടൊക്കെ കുത്തു കിട്ടി ഓരോരുത്തർ കിടക്കുന്നു. ഭയങ്കര ഡീറ്റെയിലിംഗ് ആട്ടോ. വെൻഡിങ് മെഷീൻ. ഓക്കെ, ഐ തിങ്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കാണാം. നമുക്ക് ഇതിൻ്റെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ, ബൈ.